ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മോമോസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ മോമോസ്. വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സും സാധാരണ പറയുന്ന പോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും യുവർ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കാതെ ചെയ്യണേ. വരൂ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു ബൗളെടുത്ത് അതിലോട്ട് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം 4 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. വലിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം മതി. അത് ഇതുപോലുള്ള പീസസായി കട്ട് ചെയ്ത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആറ് ഉണക്കമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണക്കമുളക് ഇല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതി. ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. 250 ഗ്രാമോളുണ്ട്. ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 3 വെളുത്തുള്ളി അല്ലിയും ചെറിയ കഷ്ണം ഇഞ്ചിയും, 1 ടീസ്പൂൺ സോയാ സോസ്, കുറച്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ, നന്നായൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ ടൊമാറ്റോ ഒക്കെ നല്ലപോലെ വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇത് തണുക്കാനായിട്ട് വെക്കാം. ഇത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. മോമോസിൻ്റെ ഫില്ലിങ്ങിനായിട്ടാണ്. ഇത് നമുക്ക് പാത്രത്തിലോട്ട് പകർത്താം. ടൊമാറ്റോ നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇതൊന്ന് ജാറിലോട്ടിട്ട് അരച്ച് എടുക്കാം. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് തക്കാളി, ചില്ലി നമ്മൾ മിക്സിയിലിട്ട് അരച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എണ്ണ ഒഴിച്ചതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് മൂപ്പിച്ച ശേഷം ടൊമാറ്റോൻ്റെ ഈ സോസ് ഒഴിച്ചു കൊടുത്താലും മതി. 1 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. കുഴച്ച് വെച്ചേക്കണ മാവ് തിന്നായിട്ട് പരത്തിയെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഞൊറി എടുക്കണ പോലെ ചുറ്റും ചെയ്തെടുക്കണം. ഇത് ഞാൻ വളരെ കുഞ്ഞു സൈസിലുള്ള ഇതുപോലെ മക്കളുടെ കലാവിരുത് പല ഷേപ്സിലായിട്ട്
ആക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് സ്റ്റീമറിൽ വെച്ചിട്ട് 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. നമ്മുടെ മോമോസ് സെറ്റായിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മക്കൾ അവരിഷ്ടത്തിന് ഇഷ്ടമുള്ള ഷേപ്പിന് ഉണ്ടാക്കിയതാണ്. ലുക്ക് നോക്കണ്ട, നല്ല അപാര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാൻ മറക്കാതെ ചെയ്തോളാം. താങ്ക്സ് ഫോർ വാച്ചിങ്.